അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ പാർട്ട് 2 ആ കോമ്പോസിറ്റ് നമ്പറുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഒരുപാട് തവണ അല്ല, ഒരു വട്ടം ചെയ്തിട്ടുള്ളതാണ് ഞാൻ. കോമ്പോസിറ്റ് നമ്പറുകൾ എന്താണ്, എങ്ങനെയാണ്, ഓരോ നമ്പറുകൾക്കും ഇത്ര ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ഇത് എങ്ങനെ എടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് 2208 എന്നുള്ളൊരു നമ്പർ ഇതിൻ്റെ ഇടയിൽ വരാനുണ്ടായിരുന്നു. അത് വന്നതിന് ശേഷമാണ് 3312 എന്നുള്ളൊരു നമ്പർ വരാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2208 വന്ന പാടെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് 3312 എടുത്ത് കാശ് കളഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ 2208 ഈ വീഡിയോ കണ്ട് നോട്ട് ചെയ്ത ആൾക്കാർക്ക് 30,000 കിട്ടിയെന്നിട്ട് കമൻറ്റ് ഞാൻ കണ്ടുട്ടാ. അപ്പോൾ അത് എടുക്കുന്നവരുണ്ട്. അത് എങ്ങനെ എടുക്കാം, അത് നമ്മൾ പറയുന്ന ഓരോ ഉദാഹരണമായിട്ട് പറയുന്ന നമ്പറിൽ നോട്ട് ചെയ്യുന്ന ആൾക്കാരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീയാണോ മെഷീൻ അടിക്കുന്നത്, അല്ലെങ്കിൽ നീയാണോ ലോട്ടറി ഉണ്ടാക്കുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കാണുന്നവർ കറക്റ്റായിട്ട് കാണുക, മനസ്സിലാക്കേണ്ട ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നോക്കി കണ്ട് എടുക്കുക എന്നുള്ളത് ഒറ്റ കാരണമുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന ട്രിക്സിൽ ഇന്ന നമ്പറുകൾ ഇപ്പോൾ അടുത്ത ഒരുപാട് നമ്പറുകൾ കാണിച്ചിട്ട് ഇതൊക്കെയാണ് ചാൻസ് എന്ന് പറയുമ്പോൾ അതെന്നെ പോയി എടുത്ത് കാശ് കളയാനല്ല. വീഡിയോ ഒരുപാട് തവണ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി തരികയാണ് ഞാൻ. ഇതിനൊക്കെ ഓരോ പാറ്റേൺ ഉണ്ട്, മനസ്സിലായില്ലേ? ഓരോ പാറ്റേണിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള നമ്പറിൽ ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5 എന്നുള്ള ആ ഒരു തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിളല്ലേ ആൾക്കാർക്ക് ലോട്ടറി എടുക്കാൻ. ഇപ്പോൾ എന്താ പറയുക, 1165 അടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 1166 അടിക്കുകയാണെങ്കിൽ എന്ത് സുഖമാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച 1166 അടിക്കുകയാണെങ്കിൽ സുഖം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ 1165 അടിച്ചു, 1166 അടിച്ചു, 1167 അടിച്ചു, അങ്ങനെ മുന്നിൽ ഒരു പാറ്റേൺ 1, 2, 3 എന്നുള്ള പാറ്റേണിൽ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ലോട്ടറി എടുക്കാൻ സുഖമായിരിക്കും, അടിക്കും സുഖമായിരിക്കും. പക്ഷേ ആ ഒരു പാറ്റേൺ പോണത് ഇങ്ങനെയല്ല, ഈ രീതിയിലായിരിക്കും. 3, 6, 9 ഒരു മെത്തേഡിൽ 1, 2, 3 എന്നുള്ള പാറ്റേൺ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. 3ൻ്റെ നമ്പർ വന്നാൽ അടുത്തത് 6ൻ്റെ നമ്പർ വരിക, 6ൻ്റെ നമ്പർ വന്നാൽ പിന്നെ ഒരു 9ൻ്റെ നമ്പർ വരിക, അത് കഴിഞ്ഞാൽ പിന്നെ 3ൻ്റെ നമ്പർ വരിക. ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോകും. ഇതേപോലെ തന്നെയാണ് ഈ 3, 6, 9ൻ്റെ പാറ്റേൺ പോലെ തന്നെ നമുക്ക് വേറൊരു നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? 1, 4, 7 ഈ 1, 4, 7 അതുപോലെ 2, 5, 8 പിന്നെയാണ് 3, 6, 9. ഇങ്ങനെയുള്ള നമ്പറുകളാണ് നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കറക്റ്റായിട്ട്. 1, 4, 7 എന്ന് പറയുമ്പോൾ ഓരോ 1ൻ്റെ നമ്പർ അടിച്ചാൽ ഇപ്പോൾ 4 നമ്പർ കൂട്ടുമ്പോൾ 10 കിട്ടുന്നത്. നെക്സ്റ്റ് 4 നമ്പർ കൂട്ടുമ്പോൾ 4 കിട്ടുന്ന നമ്പറിലാണ് അടിക്കുന്നത്. അപ്പോൾ 1, 4 അത് കഴിഞ്ഞാൽ പിന്നെ 4 നമ്പർ കൂട്ടുമ്പോൾ 7 കിട്ടും. അപ്പോൾ 1, 4, 7 എന്നുള്ള പാറ്റേൺ. ഇതൊക്കെ ഒരു കോമ്പോസിറ്റ് നമ്പറുകളിൽ പെടും, ഓരോ പ്രൈം നമ്പറുകളിലും പെടും, ഓരോ ക്യൂബ് നമ്പറുകളിലും പെടും. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാനൊരു പാറ്റേൺ കാണിച്ചു തരാം. അതിനനുസരിച്ച് ടിക്കറ്റ് എടുക്കേണ്ടവർ മാത്രം എടുക്കുക, അല്ലാത്തൊരു വിട്ട് കളയുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു രീതി ഉണ്ട്. ഇപ്പോൾ ഈ നമ്പറുകൾ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത്. 2208 എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ആ നമ്പർ വരാൻ സമയമായോ എന്നുള്ളതും കൂടി വേറൊരു കാര്യമുണ്ട്. അതായത് ഈ ഞാൻ റാൻഡം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റാൻഡം നമ്പേഴ്സ് മെത്തേഡ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാൻഡം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈസിൽ വന്ന നമ്പർ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ 1656 എന്ന് പറഞ്ഞൊരു നമ്പർ മുന്നേ അടിച്ചു പോയതാണ്. നമ്മളത് വെച്ചിട്ടാണ് നോക്കിയിട്ടാണ് 2208 കിട്ടിയത്. അത് ഇതുവരെ വന്നിട്ടില്ല, വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഈ 2208 എങ്ങനെയാണ് വന്നത് പെട്ടെന്ന്? അതെന്താ സംഭവം എന്ന് വെച്ചാൽ 1656 മുന്നേ അടിച്ചു പോയി 5000. ഈ അടിച്ച നമ്പർ തന്നെ വീണ്ടും കൊണ്ടുവന്ന് അവർ എന്തിലിടും? 100ലോ 200ലോ 500ലൊക്കെ വീണ്ടും കൊണ്ടുവന്നിട്ടാണ് 1656. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രൈസിൽ വന്ന നമ്പറാണെന്ന് അർത്ഥം. അതിനാണ് ഈ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസിൽ വന്ന നമ്പർ തന്നെ വീണ്ടും 100ലോ 200ലോ 500ലോ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പർ എടുത്ത് അടുത്ത മുകളിലേക്ക് ഒന്നിറങ്ങുമ്പോൾ ഒന്ന് മുകളിലേക്ക് വരുന്നതിനാണ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1656 4 ദിവസം മുന്നേ 500 ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഇറങ്ങിയല്ലോ, 1656 അടിച്ചിട്ടുണ്ട്, അത് ഇറങ്ങി തുടങ്ങി, ഇനി അടുത്തത് മുകളിലേക്ക് കയറും. അതാണ് ഈ 1656 ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ 3312 ബ്ലോക്കും 2208 ബ്ലോക്കൊക്കെ പറഞ്ഞത്. അപ്പോൾ 2208 നെക്സ്റ്റ് കയറി അടിച്ചത്. ഓക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനൊരു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, 5000 അടിച്ച നമ്പർ വീണ്ടും ഒരാഴ്ച 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും 100ലോ 200ലോ 300ലൊക്കെ വന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ നെക്സ്റ്റ് ഓരോരോ നമ്പറുകളുണ്ടാവില്ല, ഇത് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏകദേശം പറ്റും. രണ്ടാമത്തത് ഒരു പാറ്റേണാണ്. 3ൻ്റെ നമ്പർ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ 6ൻ്റെ നമ്പർ ഏതിലാണ് വരുന്നത്, അത് ഞാൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ അതിൽ കാണിച്ചു തരാം. അതിനനുസരിച്ച് നിങ്ങൾ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. ഓക്കെ. പിന്നെ കാൽക്കുലേറ്ററിൽ ഞാൻ കാണിച്ചു തരാം ഈ കോമ്പോസിറ്റ് നമ്പറുകൾ എങ്ങനെ കിട്ടുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം. ഈ വീഡിയോസിൽ പറയാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതും കൂടി ഞാൻ കറക്റ്റായിട്ട് ആദ്യം തന്നെ പറഞ്ഞുതരാം. അതിനുശേഷം മറ്റുള്ളത് ഇതുപോലെ നിങ്ങൾ ഞാൻ പറയുന്നതിലും കൂടി ശ്രദ്ധിച്ച് നോക്കി നോക്കാം. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കറക്റ്റായിട്ടൊരു 9ൻ്റെ നമ്പർ അടിച്ചെന്ന് വിചാരിക്കുക. കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് 3051
ഇത് കറക്റ്റായിട്ട് 4 നമ്പറും കൂട്ടുമ്പോൾ 9 കിട്ടുക. അതായത് 5 1 6 6 3 9 ഇങ്ങനെ കറക്റ്റായിട്ട് 9ൻ്റെ നമ്പർ അടിക്കുന്ന ഒരു നമ്പറുകളാണ് പിന്നീട് കറക്റ്റായിട്ട് 30 51 അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 30 52 അടിക്കുന്നത്. കണ്ടില്ലേ? അതും ഏതിലാണ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. കണ്ടില്ല? കറക്റ്റായിട്ട് 30 52 അടിച്ചിട്ടുണ്ട്. അതുപോലെ 30 52 ഇവിടെ ഭാഗ്യധാരയിൽ അടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 30 51 എന്നുള്ള നമ്പറിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കോമ്പോസിറ്റ് നമ്പർ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അത് കറക്റ്റായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം 30 51ൻ്റെ ഇടയിലുള്ള വേറെ നമ്പർ കാണണം. അതായത് 30 51 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 40 68 ആണ്. അപ്പോൾ 40 68 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു 3 6 9 മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. 40 68 അതുപോലെ 40 65 ഈ 40 62 ഈ 3 നമ്പർ. ഓക്കെ, ഈ 3 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ 30 51 അടിച്ചതിന് ബാക്കിലോട്ട് നോക്കുക. നമ്മൾ എവിടെ നിന്നാണോ 9ൻ്റെ നമ്പർ നോക്കണം അവിടുന്ന് ബാക്കിലോട്ട് എപ്പോഴും ഈ 3 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചിട്ടുള്ളത് ഏതിലാണ് നോക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 30 51 അടിച്ചിട്ടുണ്ട്. അത് കാരുണ്യ പ്ലസ്സിലാണ്. തൊട്ട് ബാക്കിൽ ഞാൻ കാരുണ്യ പ്ലസ് കഴിഞ്ഞു. അതിൻ്റെ ബാക്കിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ശ്രീശക്തിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലേ? ശ്രീശക്തിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 40 65 അടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 നമ്പറിൽ ഏത് നമ്പറാണോ അത് സെർച്ച് ചെയ്ത് കറക്റ്റായിട്ട് നോക്കണം നമ്മൾ ബാക്കിലേക്ക് പോയിട്ട്. ഇപ്പോൾ ഇവിടെ 40 65 അടിച്ചെടുക്കുന്നത്. ശ്രീശക്തിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെയും തൊട്ട് ബാക്കിലും കൂടി ഞാനൊന്ന് പോയി നോക്കി. അപ്പോൾ ഇവിടെ ഭാഗ്യധാരയിൽ 40 65 കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഭാഗ്യധാരയിൽ 40 65 കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നോട്ട് ചെയ്യേണ്ട ആ ഒരു ടിക്കറ്റ്, അതായത് ലോട്ടറി ഭാഗ്യധാരയും ശ്രീശക്തിയാണ്. അതെ, ഭാഗ്യധാരയും പിന്നെ ശ്രീശക്തിയാണ്. പിന്നീട് ഈ 30 51 അടിച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് 26-ാം തീയതി ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ 30 51 എന്ന് പറഞ്ഞ നമ്പർ എന്തായാലും 30 52 മാറും. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക 30 51. ഓക്കെ, ഈ ഒരു നമ്പർ നിങ്ങൾ നോക്കുക 5 4 9 ആണ്. 9 കഴിഞ്ഞാൽ 9ൻ്റെ നമ്പറിൽ എപ്പോഴും 9 കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായാലും ഒരു നമ്പർ കൂട്ടിയടിക്കും. അത് പോകുന്നത് ഏതിരിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. 30 52 ആണ്. ഇത് നോക്കുക 5 2 7 7 3 10. അതായത് 10 എന്ന് പറയുന്നത് പിന്നെ വീണ്ടും 1ലേക്കാണ് പോകുന്നത്. 1 4 7 എന്നുള്ള പാറ്റേണിലേക്കാണ് പോകുന്നത്. 1 4 7 എന്നുള്ള പാറ്റേണാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കറക്റ്റായിട്ട് 30 55 അതുപോലെ 30 58 ഇതിലുള്ള 3 നമ്പറുകളാണ് ഇനി അടിക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ 9ൻ്റെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു നമ്പർ കൂട്ടി അടിക്കുന്നത് 30 51 അടിച്ചാൽ 30 52 അടിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 40 65 അടിച്ചിട്ടുള്ളത് ഇതിലാണ് ശ്രീശക്തിയിലും ഭാഗ്യധാരയിലും മാത്രമേ 30 50ൻ്റെ ബ്ലോക്ക് കൊണ്ട് എടുക്കാൻ പാടുള്ളൂ. ആ എടുക്കുന്ന നമ്പർ ഈ പറഞ്ഞ പോലെ 30 52 എന്തായാലും വരുന്നുണ്ട്. അത് ശ്രീശക്തിയിൽ അവിടെ നിങ്ങൾ 30 52 അടിച്ചു. പിന്നത്തെ ഭാഗ്യധാരയിൽ 30 52 5000 കയറി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി വരാൻ പോകുന്നത് 40 60ൻ്റെ ബ്ലോക്ക് ആയിരിക്കും. അത് 40 62 അല്ലെങ്കിൽ 40 65 അല്ലെങ്കിൽ 40 68. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നമ്പറും കൂടി ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ നമ്പർ തന്നെ, അതായത് 33 12 എന്നുള്ള ഒരു നമ്പർ. ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6, അതായത് 3 3 6 6 7 9ൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ ഒരു 9ൻ്റെ നമ്പറിൽ നമ്മൾ കിട്ടുന്ന നെക്സ്റ്റ് നമ്പർ ഏതായിരുന്നു? അതായത് ഇതിൻ്റെ ബാക്കിലുള്ള നമ്പർ. ഇതിൻ്റെ ബാക്കിലുള്ള നമ്പർ 2208 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ കാരുണ്യയിലാണ് ഇത് അടിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടുന്ന് ബാക്കിലോട്ട് കഴിഞ്ഞ കാരുണ്യ വരെ 22 ആ ഒരു നമ്പറിൽ നോക്കുക അടിച്ചിട്ടുണ്ടോ. അതായത് 22 08 22 05 22 02 അതായത് 258 എന്നുള്ള ആ ഒരു പാറ്റേണാണിത്. ഈ ഒരു നമ്പർ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഈ കാരുണ്യാണ് 9 നമ്പർ അടിച്ചിട്ടുള്ളതെങ്കിൽ കഴിഞ്ഞ കാരുണ്യ വരെ ബാക്കിലോട്ട് പോയി നോക്കുക. ഇതിലേതെങ്കിലും ഒരു നമ്പർ അടിച്ചിട്ടുണ്ടോ? ആ അടിച്ചിട്ടുള്ളതിലായിരിക്കും ഇതിൻ്റെ ഈ 33 13 അടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എന്തായാലും കഴിഞ്ഞ കാരുണ്യ വരെ എന്തായാലും 22 ബ്ലോക്ക് അടിച്ചിട്ടില്ല. അങ്ങനെ അടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ടാണ് നോക്കേണ്ടത്. കാരുണ്യ കഴിഞ്ഞാൽ എന്തായാലും 22 ബ്ലോക്ക് വരുന്നത് ഏതിലാണ് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇത് നോക്കുമ്പോൾ 22 08 അടിച്ചിട്ടുള്ളത് കാണിച്ചു തരാം. 22 08 വന്നിട്ടുള്ളത് ശ്രീശക്തിയിലാണ്. മുന്നോട്ട് നോക്കുമ്പോൾ ശ്രീശക്തിയിലാണ് 22 08 അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ശ്രീശക്തിയിൽ മാത്രമേ 33 13 അതായത് ഒരു 9ൻ്റെ നമ്പർ മുന്നിലത്തെ 12 2 എന്നുള്ളത് 3 ആകുന്നത് 33 13 ആയിട്ട് അടിക്കുന്നത് കറക്റ്റ് ശ്രീശക്തിയിലായിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ശ്രീശക്തി 22 08 അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ശ്രീശക്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് 33 13 5000 അടിച്ചിട്ടുണ്ട്. ഈ 30 52 നിങ്ങൾ കണ്ടു ഭാഗ്യധാരയിൽ അല്ലെങ്കിൽ ശ്രീശക്തിയിലാണ് അടിച്ചിട്ടുള്ളത്. ഇതേപോലെ ഒരു 9ൻ്റെ നമ്പറിൽ കറക്റ്റായിട്ട് മുന്നോട്ട് ഒരു നമ്പർ കറക്റ്റായിട്ട് 30 കറക്റ്റായിട്ട് 32 31 അടിച്ചാൽ 32 കറക്റ്റായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 9ൻ്റെ നമ്പറിൽ മാത്രം. ഓക്കെ, അത് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് എത്രയാണ്? 6 2 8 9. ഇത് 32 അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നോക്കണം. കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി തുടങ്ങി. ഇനി നിങ്ങൾ നോക്കി ഈ പാറ്റേൺ ഒരിക്കലും മറക്കരുത്. ഈ ഒരു പാറ്റേൺ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് ഞാനിത് ചേർക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നോക്കി വെച്ചിരുന്ന സ്ഥലം എവിടെയാണ്? അതായത് നോക്കി വെച്ച നമ്പർ ഇതിലാണ്. നോക്കി വെച്ച നമ്പർ 16 56 മുതലാണ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 16 56 എന്ന് പറയുന്നത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 8 1 18 ആണ് കിട്ടുക. 18 എന്ന് പറയുമ്പോൾ 8 1 9ൻ്റെ ഒരു നമ്പറാണ്. ഈ 9ൻ്റെ നമ്പറിലാണ് ഞാനിതൊരു നോക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 9ൻ്റെ നമ്പറിൽ മാത്രമല്ല നമുക്ക് ഒരുപാട് നമ്പറുകളിൽ നോക്കാൻ പറ്റും. പക്ഷേ ഞാൻ നോക്കിയത് 9ൻ്റെ നമ്പറിലാണ്. അപ്പോൾ ഈ 16 56 എന്നുള്ള നമ്പറിൻ്റെ ഇടയിൽ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ 33 12 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 16 56 അടിച്ചിട്ടുള്ളത് എവിടെയാണ്? 5-ാം തീയതിയിൽ കാരുണ്യയിലാണ്. അതിനുശേഷം എന്തെന്ന് പറയുക
കാണിച്ചു തരാം. 8-ാം തീയതിയിൽ 33-13 അടിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ നമ്പർ 33-12 ആയിരുന്നു. അതെന്താണെന്നുള്ളത് അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കറക്റ്റ് ഒരു ശ്രീശക്തിയിൽ തന്നെ 33-10 ബ്ലോക്ക് വന്നിട്ടുള്ളതെന്ന് കാണിച്ചില്ല. കറക്റ്റ് അതായത് 16-56 ഒരു 9ൻ്റെ നമ്പറാണ്. 16-56 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 33-12 ആണ് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 66-24ലേക്കാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ഇടയിലുള്ള ഈ നമ്പർ എങ്ങനെ കിട്ടുന്നത് അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, നിങ്ങൾ ഇവിടെ 16-56 അടിക്കുക. അതിനുശേഷം അതായത് ഒരു 9ൻ്റെ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ സെലക്ട് ചെയ്യുക. അത് എന്നിട്ട് നമ്മൾ ഇൻറ്റു അടിക്കുക, 2 അടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 33-12 ആണ്. അതാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 16-56 അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 33-12 ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ 33-12 നമ്മൾ അവിടെ എഴുതി വെച്ചു. ഈ 33-12 വീണ്ടും ഇൻറ്റു അടിക്കുക, ഇൻറ്റു 2 അടിക്കുക. അപ്പോൾ നമുക്ക് 66-24 കിട്ടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സമം അടിക്കുക, ഇവിടെ ഇൻറ്റു തൊടുക, അതിനുശേഷം 2 അടിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ്? 2. അതായത് രണ്ടും ഒരു 5 നമ്പർ ആദ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ. 4 നമ്പറല്ലേ, 4 5 നമ്പർ കിട്ടിയിട്ടുണ്ട്. 13-248 കിട്ടിയിട്ടുണ്ട്. ഈ 13-248 നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ പ്രൈം നമ്പർ ചെക്കിംഗ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കണ്ടില്ലേ 13-248, അതായത് നമുക്ക് കിട്ടിയ ഒരു നമ്പർ ഏതൊരു 9ൻ്റെ നമ്പറിനെയും ഇൻറ്റു അടിച്ച് ഏത് നമ്പർ വേണമെങ്കിൽ അടിക്കട്ടെ, ഇൻറ്റു അടിച്ച് 2 അടിച്ച് സമം നമുക്കൊരു സമം അടിക്കുക, അതിൽ വീണ്ടും ഇൻറ്റു 2 അടിക്കുക. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു 5 നമ്പർ വരെ കിട്ടാം, അല്ലെങ്കിൽ ഇതിനെ 5 നമ്പർ 6 നമ്പർ കിട്ടാം. ആ 6 നമ്പറിനെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സെർച്ച് ചെയ്യാൻ. ഓക്കെ, ഇതിൽ കൊണ്ടുവന്നിട്ട് സെർച്ച് ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ഇതിൽ ഞെക്കിയിട്ട് ഇതിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 13-248 എന്നുള്ള ആ ഒരു നമ്പറിൻ്റെ പിന്നിലെ ഘടകങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും ഘടകങ്ങൾ ഈ ഒരു നമ്പറിനുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിലെ നമ്പറുകൾ നമുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും 16-56 വന്നു. 16-56 അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 33-12 കിട്ടിയത്. പക്ഷേ അതിൻ്റെ ഇടയിൽ 22-08 ഉണ്ട്. ഇതിന് നമ്മൾ വീണ്ടും ഇൻറ്റു അടിച്ചപ്പോൾ നമുക്ക് ഇത് 66-24 പക്ഷേ ഇതിൻ്റെ ഇടയിൽ 44-16 ഉണ്ട്. ഇങ്ങനെ ഓരോ നമ്പർ ഇടയിലുള്ള നമ്പറുകൾ കിട്ടും. ആ ഇടയിലുള്ള നമ്പറുകൾ വരുമ്പോഴാണ് 33-12 ബ്ലോക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നോക്കിയത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ഈ കിട്ടിയ നമ്പറുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയോടുന്ന് കാണിച്ചു തരാം. കറക്റ്റായിട്ട് 16-56 അടിച്ചിട്ടുണ്ട്. 16-56 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഞാൻ എന്ത് ചെയ്ത് 22-08, അതായത് ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന നമ്പർ ഏതാണ്? 22-08 ആണ്. ആ 22-08 ഞാൻ ഇതിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് വന്നിട്ടുണ്ടോ നോക്കി, ഇതിൻ്റെ ബാക്കിലോട്ട്. അങ്ങനെ നോക്കിയപ്പോൾ ശ്രീശക്തിയിലാണ് ഇവിടെ 22-08 അടിച്ചെടുക്കുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ ഇതല്ലേ ഇവിടെ 22-08 ശ്രീശക്തിയിൽ കാണിക്കാം. ശ്രീശക്തിയിലാണ് ഇവിടെ 22-08 500 വന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ശ്രീശക്തി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്കിലോട്ട് കുറച്ചും കൂടി ഒന്ന് ബാക്കിലോട്ട് 4 ദിവസം കൂടി 2-3 ദിവസം കൂടി ബാക്കിലോട്ട് പോയി. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കണ്ടത് കാരുണ്യയിലാണ്, കണ്ടില്ലേ, കാരുണ്യയിലാണ് 33-12 കിടക്കുന്നത്. കാണുന്നില്ലേ നിങ്ങൾക്ക്? കാരുണ്യയിലാണ് 33-12 എന്നുള്ള നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ ഇതേ 33-12 ഇവിടെ കിടക്കുന്നുണ്ട്. അതായത് 16-56 അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 22-08 ആണ്. പിന്നെയാണ് 33-12. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലോട്ട് വന്ന് നോക്കിയപ്പോൾ കാരുണ്യയിൽ 33-12 എടുക്കുന്നുണ്ട്. അതുപോലെ ശ്രീശക്തിയിൽ 22-08 എടുക്കുന്നുണ്ട്. അപ്പോൾ കാരുണ്യം ശ്രീശക്തി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. എന്തിനാണ്? അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമുക്ക് കിട്ടിയ ചാൻസ് നമ്പർ കാരുണ്യയിൽ അല്ലെങ്കിൽ ശ്രീശക്തിയിലാണ് വന്നടിക്കുന്നത്. ഓക്കെ, ശരി തന്നെയല്ലേ? അതായത് കാരുണ്യയിലാണ്. അതായത് മുന്നോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നോക്കാമെന്ന് വിചാരിച്ചോ. മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 33-12 അടിച്ചിട്ടുണ്ട് അല്ലേ. കാരുണ്യയിലാണ് 16-56 അടിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കോ, മുന്നോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കാരുണ്യയിലാണ് 16-56 അടിച്ചിട്ടുള്ളത്. ഇനി 22-08 അടിച്ചിട്ടുണ്ട്. ഏതിലാണ്? ശ്രീശക്തിയിലാണ്. അപ്പോൾ നമുക്ക് ശ്രീശക്തി എടുത്ത് നോക്കാം. ശ്രീശക്തിയിലാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ 33-12 അടിച്ചിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ടുള്ള വന്നിട്ടുള്ള ശ്രീശക്തിയിലാണ് 33-13 അടിച്ചിട്ടുള്ളത്. വീണ്ടും 16-59 അടിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മൺസൂൺ ബമ്പറാണ്. ഇവിടെ 22-08 അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ 22-08 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 33-12 ആണ്. അപ്പോൾ 33-10 ബ്ലോക്ക് ഏതാണോ അടിച്ചിട്ടുള്ളത് നോക്കി. അതായത് 33-12 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു പാറ്റേണിൽ പോകുകയാണെങ്കിൽ 33-15 33-18 ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ ഒരു 3 നമ്പർ ഏതിലാണ് അടിച്ചെടുക്കുന്നത് നോക്കുക. 33-12 33-15 33-18. അതായത് 22-08 വന്നതിന് ബാക്കിലോട്ട് നമുക്ക് പോയി നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരാഴ്ച വേണമെങ്കിൽ ഞാൻ നോക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനതിൽ മൊത്തം ബാക്കിലോട്ട് പോയപ്പോൾ കാരുണ്യ പ്ലസ്സിലാണ് 33-18 അടിച്ചെടുക്കുന്നത്. ഇത്രയും നമ്മൾ റിസൾട്ട് ബാക്കിലോട്ട് പോയി. ഇവിടെയാണ് 33-18 കിടക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് 22-08 വന്നു കഴിഞ്ഞാൽ 33-12 33-15 33-18 ആണ്. ആ 33-18 ഇവിടെ കാരുണ്യ പ്ലസ്സിലാണ് വന്ന് കിടക്കുന്നത്. ഈ കാരുണ്യ പ്ലസ്സിലാണ് 22-08 ഇന്നലെ അറിയാലോ 5000 കയറി അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള നമ്പർ 33-18 ഇവിടെ 500 കിടക്കുന്ന ഈ 33-18 എന്തായാലും മുകളിലോട്ട് കയറി അടിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഓരോ നമ്പറുകളും ഇപ്പോൾ നമ്മൾ ഇതൊരു കോമ്പോസിറ്റ് മെത്തേഡാണത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 അടിച്ച ഒരു നമ്പർ വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം.
ഇതല്ലേ 1656 5000 അടിച്ച് പോയൊരു നമ്പറാണ്. വീണ്ടും 1656 കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അല്ലെങ്കിൽ 5000 അടിച്ച നമ്പർ ഒന്നരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള നെക്സ്റ്റ് നമ്പറിൽ മുകളിലോട്ട് കയറുന്നത്. ഇവിടെ 1656 അടിച്ച് പോയൊരു നമ്പറാണ്. അത് ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന 2208 ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇവിടെ ഇറങ്ങി വീണ്ടും കയറി അടിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് 1 നമുക്ക് കാണിച്ചു തരാം. 1 4 7 നമ്പറുകളും 2 5 8 നമ്പറും ഇവിടെ 3 6 9 നമ്പറുകളാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നോക്കി നിങ്ങൾ 1 2 3 4 5 6 7 8 9 എന്നുള്ള മെത്തേഡാണ്. ഇനി ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 12 ആയിരിക്കും. 12 ഇവിടെ 3 ആണ്, ഇവിടെ കിട്ടുന്നത് 15 ആണ്. 15 ഇത് 6 ആണ്, ഇവിടെ കിട്ടുന്നത് 18 ആണ്. ഇത് 8 9 ആണ്. 3 6 9 ഈ ഒരു മെത്തേഡിൽ കൊണ്ടുപോകുന്നത് ഈ ഒരു നമ്പറുകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5000 അടിച്ച നമ്പറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ആ പാറ്റേണിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രൈം നമ്പറിൻ്റെ ആ ഒരു ഇതിലും ഇത് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഒരു പ്രൈം നമ്പറാണെന്ന് വിചാരിക്കും. ഇത് 1187 ഒരു പ്രൈം നമ്പറാണ്. ഇവിടെ നിങ്ങൾ പ്രൈം നമ്പറിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഇതെല്ലാ നമ്പറിലും കോമ്പോസിറ്റിൻ്റെ ഇത് വരും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ 1187 ഇൻറ്റു 2 ഇവിടെ കിട്ടിയ നമ്പർ 23 24 ഇത് നമുക്ക് നോക്കാം. അതായത് ഒരു പ്രൈം നമ്പർ ഘടകങ്ങളായിട്ട് വരുന്ന കോമ്പോസിറ്റ് നമ്പറുണ്ട്. അതൊക്കെയാണ് 23 24. അതുപോലെ അതിനെ വീണ്ടും സമം അടിക്കുക. ഇവിടെ ഇൻറ്റു 2 അടിക്കുക, വീണ്ടും സമം അടിക്കുക, ഇൻറ്റു 2 അടിക്കുക, വീണ്ടും സമം അടിക്കുക, ഇൻറ്റു 2 അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതും കൂടി അന്നത്തെ ദിവസം തന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. 1187 ഇൻറ്റു 2 23 74. ഈ 1187 അടിച്ച ആ ഒരു ദിവസം തന്നെ നോക്കി നിങ്ങൾ 23 79 കൊണ്ടിട്ടിട്ടുള്ളതാ. കണ്ടില്ലേ? ഈ ഒരു ബ്ലോക്കൊക്കെ മുകളിലേക്ക് കയറാനുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഇത് സമം അടിച്ചിട്ട് ഇൻറ്റു 2 അടിച്ച് 47 48 അല്ലേ? ഈ 47 49 ഒക്കെ വന്നു പോയിണ്ടാവും. 2 ദിവസം മുന്നേ ആ ബ്ലോക്ക് വന്നു പോയിണ്ടാവും. 47 40 ബ്ലോക്ക് ഞാൻ നോക്കിയതാണ്. ഇതേ എടുക്കും 47 49 കണ്ട. ഇതൊക്കെ ഇങ്ങനെ വരുന്ന നമ്പറുകളാണ്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഇപ്പോൾ ഇവിടെ സമം അടിക്കുക, ഇൻറ്റു 2 അടിക്കുക, 94 96 ഇതല്ലേ അന്നത്തെ ദിവസം തന്നെ. അതായത് 1187 അടിച്ചു അന്നത്തെ ദിവസം തന്നെ കണ്ടില്ലേ? 94 96 ഇവിടെ കളിക്കുന്നതാണ്ട. ഇനി വീണ്ടും നമുക്ക് ഇവനെ സമം അടിക്കുക, ഇൻറ്റു 2 അടിക്കുക. ഇവിടെ 18 992 കിട്ടിയിട്ടുണ്ട്. ഈ 18 992 കൊണ്ടായി നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. കാണിച്ചു തരാം നമുക്ക്. 18 992 ഇതെടുക്കുക. 18 992 ഇവിടെ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പറുകൾ എങ്ങനെയൊക്കെ വരുന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. കണ്ടില്ലേ? അതായത് 1187 ഇതിന് തൊട്ട് പിന്നിലുള്ള നമ്പർ ഏതാ? 0016 0016 നിങ്ങൾ 1187 വന്നതിന് ശേഷം നോക്കിക്കേ. ഇവിടെ 0016 വന്നിട്ടുണ്ടാവും അല്ലേ? 0016 ഇങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്പറുകൾ കിട്ടും. അതുപോലെ 23 79 നിങ്ങൾ കണ്ടാണ്. ഇനി 47 49 കണ്ടാണ്. കാരണം 23 79 വന്നു, 47 49 വന്നു. നമുക്ക് വേണമെങ്കിൽ 94 99 നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കട്ടെ. അപ്പോൾ 94 96 വന്നു. ഇതിൻ്റെ ഈ പിന്നിലുള്ള ഘടകങ്ങൾ ആകെ ഇത്രയേ ഉള്ളൂ. ഇത്രയും നമ്പറുകൾ വന്നു പോയിട്ടുണ്ട്. അതും ഈ 1187 വന്നിട്ടുള്ളത് ഏതിലാണ് ഞാൻ കാണിച്ചുതരാം. അതും കൂടി ഒരു ഉദാഹരണം. ഭാഗ്യധാരയിലാണ്. ഭാഗ്യധാരയിൽ അവസാനമായിട്ട് വന്നിട്ടുള്ള നമ്പർ നിങ്ങൾ നോക്കിയാൽ 008 ഞാൻ നോക്കിയതാട്ടോ. 008 വന്നിട്ടുള്ള നമ്പർ ഭാഗ്യധാരയിലാണോ അതിൽ ഇതെവിടെ ഞാൻ കഴിച്ചു അവസാനമായിട്ട് വന്നിട്ടുള്ള നമ്പർ ശ്രീശക്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ ഭാഗ്യധാര. അല്ലേ? ഇതൊന്ന് നോക്കിയാന്നുള്ളൂ. ഇവിടെ ആണല്ലേ 008 അവസാനമായിട്ട് അതിൻ്റെ നമ്പർ അടിച്ചിട്ടുള്ളത് 008 ഈ 008 അടിച്ചിട്ടുള്ളത് ശ്രീശക്തിയിലാണ്. ശ്രീശക്തിയുടെ തൊട്ട് ബാക്കിലാണ് ഭാഗ്യധാര. ഈ ഭാഗ്യധാരയിലാണ് 1187 അടിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. കണ്ട ഭാഗ്യധാരയിലാണ് 1187 അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ ആ ഒരു ഘടകങ്ങൾ വന്ന് കിടക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് ബാക്കിലോ മുന്നിലോ ആണ് പിന്നീട് വരുന്ന നമ്പറുകൾ. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓണ ബമ്പറിൽ മൺസൂൺ ബമ്പറിൽ നമ്മൾ എന്താ പറയുക ഒരു 63 ബ്ലോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 63 ബ്ലോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാത്തത്. കഴിഞ്ഞ കൊല്ലം മൺസൂൺ ബമ്പറിൽ വരാത്ത നമ്പറിൽ 63 ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 63 ബ്ലോക്ക് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കിലാണ് ഫസ്റ്റ് പ്രൈസ് തന്നെ വന്നിട്ടുള്ളത് 85 70 ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഈ 85 70 ബ്ലോക്ക് ഇത് ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളതാണ് 85 70. കാരണം ഞാനിവിടെ 63 ബ്ലോക്ക് പറഞ്ഞതിൽ ഒരു 43 ബ്ലോക്കിലും ഈ മൺസൂൺ ബമ്പറിൽ പ്രൈസ് വന്നിട്ടുണ്ട്. അതിലൊരു ബ്ലോക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈം നമ്പർ ലിസ്റ്റിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ, സി യു. ഇങ്ങനെ നിങ്ങൾ നമ്പറിൽ കണ്ടെത്തുക.